ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനിയുടെ അമ്മ കോടതിയിൽ അപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങളും ചേർന്ന്. വിഷ്ണു, എന്താണത്? ഹാഷ്മി, അതൊരു അഡ്വാൻസ് പെറ്റീഷനാണ്. നമ്മളത് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത് പൾസർ സുനിയുടെ അമ്മയുടേത് എന്ന് മനസ്സിലായത്. ശോഭന എന്നാണ് അവരുടെ പേര്. അതായത് ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ശോഭനയുടെ അക്കൗണ്ടിൽ നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ ഒരു യൂണിയൻ ബാങ്ക് അക്കൗണ്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നത്. അത് ഡീഫ്രീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശോഭന ഇപ്പോൾ വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെയോ അല്ലെങ്കിൽ ഈ വിചാരണ വിധി പറയുന്ന നടപടിയെ ബാധിക്കില്ല എന്നാണ് അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് രാവിലെ ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ്. അതായത് ഈ കേസുമായി കാര്യമായ ബന്ധമില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ. വിഷ്ണു, ഇന്ന് ഈ കേസിലെ വിധി നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതോ ഒരാൾ ഒരു ഹർജി കൊടുത്തിരുന്നു. എന്തോ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ്, നാളെയാണ് തെരഞ്ഞെടുപ്പ്, അത് കാരണം എന്ന് പറഞ്ഞാൽ അത് വലിയ കഥയുണ്ടോ? അത് കോടതിയിൽ വരുമോ? അഷ്ണി, അത് കോടതിക്ക് പുറത്തുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പ് ഒരു അഭിഭാഷകനാണ് പരാതി നൽകിയത്, മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരിശോധിക്കാൻ പറഞ്ഞ് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ബാധിക്കില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതുവരെ ഈ എല്ലാ അഭിഭാഷകരും, സുനിയുടെ അഭിഭാഷകനാണെങ്കിലും ദിലീപിന്റെ അഭിഭാഷകനാണെങ്കിലും അതോടൊപ്പം അതിജീവിതയുടെ അഭിഭാഷകരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുവരെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 11 മണിയോടുകൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പൾസർ സുനി അടക്കമുള്ള ആളുകൾ 10:15 അഭിഭാഷകനോടൊപ്പം ഇങ്ങോട്ടേക്ക് എത്തും. ദിലീപ് ഒരു 10 മണിയോടുകൂടി എത്തും. ബാക്കി ആളുകൾ ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രതികളൊക്കെ നേരത്തെ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിന് ശിക്ഷ നടപടികൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ച് പോകാമെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. അതായത് ഏതെല്ലാം വകുപ്പുകളാണ്, അതിൻ്റെ ശിക്ഷ എന്താ, അതിൻ്റെ വകുപ്പിൻ്റെ സ്വഭാവം എന്തെന്നൊക്കെ. 12 വകുപ്പുകളാണ് പ്രധാനമായും എല്ലാ പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുള്ളതിൽ 120B ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗൂഢാലോചനയാണത്. ആ കേസിൽ ആ ക്രൈമിൻ്റെ സ്വഭാവം അനുസരിച്ച് തൂക്കുകയർ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് 342 അന്യായമായ തടങ്കൽ വെക്കൽ, അത് 1 വർഷമാണ് ആ കേസിൽ ശിക്ഷ ലഭിക്കുക. 354 ഒരു സ്ത്രീയുടെ എളിമയെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ ക്രിമിനലായി അവരെ ബലം പ്രയോഗം ചെയ്യുകയോ ചെയ്യുന്ന കേസാണ്. അതിൽ 5 വർഷമാണ് അതിന് ശിക്ഷ. 354B ഉണ്ട്. ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ അല്ലെങ്കിൽ അവരെ നഗ്നയാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഉള്ള പ്രശ്നമാണത്. ആ സെക്ഷൻ വന്നാൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് 357 അന്യായമായി തടവിലിടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആക്രമിക്കുക, അതായത് അന്യായമായി തടവിൽ വെക്കുകയും അതോടൊപ്പം തന്നെ ആക്രമിക്കുകയും, അതൊക്കെ ഈ ക്രൈമിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. മറ്റൊന്ന് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ സെക്ഷനാണ് 376D കൂട്ടബലാത്സംഗം. 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റമാണ്. 366 തട്ടിക്കൊണ്ടുപോകൽ 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തലിനെ കുറിച്ചുള്ള ശിക്ഷയാണിത്. ഇത് സാധാരണ ഭീഷണിക്കാണെങ്കിൽ 2 വർഷം വരെ തടവ് ലഭിക്കും. പിഴയോ അതല്ല എങ്കിൽ പിന്നീട് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന പ്രശ്നമാണെങ്കിൽ അത് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.